अस्सलामुअलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। മരുഭൂമിയിലെ മഹാവസന്തം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്. ഖാലിദിൻ്റെ മുന്നേറ്റം, അതിൻ്റെ ഭാഗമായിട്ട് ഇറാഖിൽ അന്നുണ്ടായിരുന്ന അറബി വംശജർ, അറബ് ദേശത്തു നിന്ന് അവിടേക്ക് കുടിയേറിയിട്ടുള്ള ആളുകൾ, കാലകാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെയുള്ള അറബി വംശജർ ഒരു നല്ല ഭാഗം അവർ ഇസ്ലാമിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്നു, മുസ്ലിങ്ങളുടെ പക്ഷത്ത് ചേർന്ന് കഴിഞ്ഞിരുന്നു. അവരുടെ സ്വന്തം ക്രിസ്തീയ വിശ്വാസങ്ങൾ, അന്ന് അവിടെ ഉണ്ടായിരുന്ന അറബി വംശത്തിലുള്ള ആളുകൾ പലരും ക്രിസ്തീയ വിശ്വാസമാണ് ഉൾക്കൊണ്ടിരുന്നത്. ആ വിശ്വാസ ആചാരങ്ങൾ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിങ്ങളോടൊപ്പം തോളൊരുമ്മി നിന്ന് പേർഷ്യൻ സാമ്രാജ്യത്തോട് പൊരുതാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇസ്ലാമിനെ ആശ്രയിച്ചു എങ്കിൽ പോലും ഇസ്ലാം സംബന്ധിയായിട്ടുള്ള നിയമങ്ങളുടെ പഠനങ്ങളോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അതിൻ്റെ പഠനങ്ങൾ, ഇതൊന്നും ഏറ്റുവാങ്ങിയിരുന്നില്ല അവർ. ആയതുകൊണ്ട് തന്നെ അവരുടെ ക്രിസ്തീയ ആചാരങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും അത് കൈവിടാതെ തന്നെ മുസ്ലിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അവർ പേർഷ്യൻ സാമ്രാജ്യത്തോട് പടപൊരുതി. കാരണം പേർഷ്യൻ സാമ്രാജ്യം അവരോട് അങ്ങനെയാണ് പെരുമാറിയിരുന്നത്. അവസരം കിട്ടിയപ്പോൾ അവർ തിരിച്ചടിച്ചു. ഇറാഖിലെ പോലെ തന്നെ ഷാമിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവിടെയും ഷാമിന് ഇതുപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയാണ് അവർ കണ്ടിരുന്നത്. അതായത് അവിടെയുള്ള അറബി വംശജർ മുസ്ലിം പക്ഷത്തേക്ക് വരാതിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. അവിടെ ഷാം റോമിൻ്റെ അധീനതയിലാണ്, പേർഷ്യക്കാരുടെ അല്ല, റോമിൻ്റെ അധീനതയിലാണ്. അവരാണ് അവിടെ ഷാമിലെ കാര്യങ്ങളൊക്കെ, ഷാമിലെ നിയന്താക്കൾ അവരാണ് നിയന്ത്രിക്കുന്നത്. അറബികളും റോമക്കാരും രണ്ട് ജാതിക്കാരാണ് വാസ്തവത്തിൽ. അവർ തമ്മിൽ വലിയ ഭിന്നതകളുണ്ട്. അവരുടെ വംശമഹിമയിൽ, വംശീയതയിൽ അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭാഷ തമ്മിൽ അറിയുന്നൊരു ഭാഷയല്ല. മാത്രമല്ല, മുസ്ലിങ്ങൾ അവരുടെ ചിന്താരീതികൾ, അവരുടെ ദർശനങ്ങൾ അത് വ്യത്യസ്തമാണെങ്കിലും ഭാഷയുടെ കാര്യത്തിലും വംശമഹിമയുടെ കാര്യത്തിലും അറബികൾക്കറിയാം മുസ്ലിങ്ങൾ തങ്ങളുടെ സഹോദരന്മാരാണെന്ന്. അത് മുസ്ലിം പക്ഷത്തിൽ ചേരാൻ അവർക്ക് വളരെയധികം സഹായകരമാകുകയും ചെയ്യും. ഒരു പക്ഷേ അവർ ഇസ്ലാം സ്വീകരിക്കാൻ പോലുള്ള സാധ്യതയുണ്ട് എന്ന് സാരം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് മുസ്ലിം സൈന്യത്തിന്, മദീന സാമ്രാജ്യത്തിന് കൂടുതൽ ശക്തി, കൂടുതൽ ബലം ഉണ്ടാക്കുകയും ചെയ്യും. ഉപദ്വീപിലെ സംഭവഗതികൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ റോമൻ അധികാരികൾ കൂടി അത് ശ്രദ്ധ വച്ചിരുന്നു. അവിടെ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ സൈനിക നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരാജയ ചിന്ത ഒട്ടുപോലുമില്ല. എല്ലാ രംഗത്തിലും അവർ തൊടുന്നതെല്ലാം പൊന്നാക്കിയിട്ട് മുന്നേറുകയാണ് ചെയ്യുന്നത്. അവരിനി ഷാമിലേക്ക് എത്താൻ അധികം സമയമില്ല.
ഷാമിൻ്റെ തൊട്ടടുത്ത് അവർ എത്തിക്കഴിഞ്ഞിരുന്നു. ധൂമത്തുൽ ജന്തലിൽ അവിടെ വിലങ്ങടിച്ചു നിന്ന് വിഭാഗക്കാരുടെ കുങ്ക് എല്ലാം അഹങ്കാരമെല്ലാം മാറ്റി ഖാലിദ് അവിടെ അധീനതയിലാക്കി, മുസ്ലിം സൈന്യത്തിൻ്റെ അധീനതയിലാക്കി. ഖാലിദ് ബിൻ സയ്യിദ് ആണെങ്കിൽ തൈമാ പ്രദേശത്ത് വന്ന് അവിടെയുള്ള പരിസരവാസികളായിട്ടുള്ള ഗോത്രവർഗങ്ങൾ, കാലകാലങ്ങളെ അവിടെ താമസിക്കുന്ന ഗോത്രവർഗങ്ങളെ എല്ലാം വിളിച്ചു ചേർത്ത് ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാലിദ് ബിൻ സയ്യിദിന് ഖലീഫ അബൂബക്കറിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അത് ഇങ്ങനെ പോകുന്നു: മതത്തിൻ്റെ പരിത്യാഗത്തിന് മുതിർന്നിട്ടില്ലാത്ത കുടുംബാംഗങ്ങളെല്ലാം സൈന്യത്തിൽ അണിചേർക്കുക, അവരെല്ലാവരെയും സംഘടിപ്പിക്കുക. ഇങ്ങോട്ട് പൊരുതാൻ വരുന്ന ആളുകളോട് മാത്രം നമ്മൾ എതിരിട്ടാൽ മതി. മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്ന കാര്യം അതെപ്പോൾ വേണം, എങ്ങനെ വേണം, യുദ്ധം ചെയ്യണമോ ചെയ്യണ്ടയോ എന്നുള്ള കാര്യം തൻ്റെ കൽപ്പന കിട്ടിയിട്ട് മാത്രം മതി എന്നാണ് അബൂബക്കർ അറിയിച്ചത്. ഖാലിദ് ബിൻ സയ്യിദ് തൈമായിലെത്തി. അബൂബക്കർ നിർദ്ദേശിച്ച പോലെ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി. വമ്പിച്ചൊരു ജനസമൂഹത്തെ സംഘടിപ്പിക്കാൻ അവിടെ താമസിക്കുക കൂടി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിർത്തിക്ക് പുറത്താണെങ്കിലും, തങ്ങളുടെ അതിർത്തിക്ക് പുറത്താണെങ്കിലും ഖാലിദിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളൊരു ജനസഞ്ചയം കണ്ടിട്ട് റോമക്കാര് കിടുകിടുന്നതിന് ഭയക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അവർക്ക് തോന്നി, ഒരു കാര്യം മനസ്സിലായി, ഇനിയും അവര് ഷാമിലെത്തുന്നത് വരെ കാത്തിരുന്നാൽ അത് ശരിയാവുന്ന കാര്യമല്ല. നമ്മളങ്ങോട്ട് നേരിട്ടേ പറ്റൂ, മുസ്ലിങ്ങളെ നേരിട്ടേ പറ്റൂ. അങ്ങനെയാണ് റോം ഖാലിദ് ബിൻ സയ്യിദിനെ വെല്ലാൻ പാകത്തിൽ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നിയോഗിച്ചത്. ഖാലിദിൻ്റെ റോമിൻ്റെ പടപ്പുറപ്പാട് സംബന്ധിച്ചുള്ള വിവരം ഖലീഫയ്ക്ക് എഴുതി അറിയിച്ചു. ശത്രുവിനെ എതിരിടാനുള്ള അനുവാദം, അതോടൊപ്പം കൂടുതൽ പോഷക സൈന്യങ്ങളെ അയച്ചു കൊടുക്കണം, ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയത്. ഇനിയും പോഷക സൈന്യത്തെ അയക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് ഖലീഫ അബൂബക്കർ അവിടെ മറ്റുള്ളവരായിട്ട് അദ്ദേഹം കൂടി ആലോചിക്കാൻ തുടങ്ങി. തെക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ മദീനയ്ക്ക് സന്തോഷം, ഉൾക്കുളിര് പകരുന്ന വാർത്തകൾ തന്നെയാണ്. അവിടേക്ക് പോയിട്ടുള്ള സൈന്യം ഏറെക്കുറെ അവരുടെ ഉദ്ദേശ്യം, അവരുടെ ലക്ഷ്യഭേദം നടത്തി കഴിഞ്ഞിരുന്നു. മുഹാജിർ യമനിൽ അധികാരമേൽക്കാൻ പോവുകയാണ്. ഇക്രിമിയാണെങ്കിൽ മദീനയിലേക്ക് ആദ്യം താമസിയാതെ തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഷാമിൻ്റെ ഭാഗത്തേക്ക് ഒരു പോഷക സൈന്യത്തെ അയക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള സൈന്യം അത് തികയുമോ എന്ന് ചോദിച്ചാൽ ആലോചിക്കേണ്ട വിഷയമാണ്. റോമിൻ്റെ സൈനിക ശേഷി ഒട്ടും നിസ്സാരമല്ല. ആയോധന കലയിൽ അവർക്ക് വലുതായിട്ടുള്ള യുദ്ധവീരന്മാരാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. വേണ്ടത്ര പരിചയമുണ്ട്, യുദ്ധപരിചയമുണ്ട്, അതിനുള്ള പാഠവും അവർക്കുണ്ട്. അതിപ്രബലമായിട്ടുള്ള അഭ്യസിപ്പിച്ചിട്ടുള്ള ഒരു സേനാ വ്യൂഹം തന്നെ അവർക്കുണ്ട്. ഇത്രയും കാലം അവർ പേർഷ്യക്കാരോടായിരുന്നു അവർ പൊരുതിക്കൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് ദക്ഷിണ മേഖലയിൽ ഇസ്ലാമിന് അടിയുറച്ച് നിന്ന് അവശേഷിച്ച ആളുകളെ കൂടി
വിളിക്കുന്നതായിരിക്കും ഭംഗി. ഇങ്ങനെയാണ് അബൂബക്കർ ഖലീഫ ചിന്തിച്ചത്. അങ്ങനെ വരികയാണെങ്കിൽ മദീന സാമ്രാജ്യത്തിൻ്റെ സൈന്യം, മുസ്ലിം സൈന്യം ആരെയും വെല്ലാൻ കഴിയുന്ന രീതിയിലുള്ളൊരു മഹാശക്തിയായിട്ട് മാറുക തന്നെ ചെയ്യും. അങ്ങനെ വരുമ്പോൾ റോമിനെ എതിരിടാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അബൂബക്കർ അവിടെയുള്ള പ്രമുഖന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്തു. അതിൽ മുഹാജിറുകളുണ്ട്, അൻസ്വാറുകളുണ്ട്, എല്ലാവരുമുണ്ട്. ഉമർ ബിൻ ഖത്താബുണ്ട്, ഉസ്മാനുണ്ട്, അലി ബിൻ അബൂ ത്വാലിബുണ്ട്, ത്വൽഹയുണ്ട്, സുബൈറുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തുടങ്ങിയവരെല്ലാവരുമുണ്ട് ഇവിടെ. നബി തിരുമേനിയെക്കുറിച്ച്, അതുപോലെ അദ്ദേഹം ഷാമിൻ്റെ ഭാഗത്തേക്ക് പണ്ട് സൈന്യത്തെ നിയോഗിച്ചത് അതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ സംബന്ധിച്ചുമൊക്കെ അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അബൂബക്കർ അവിടെ അന്ന് കൂടി എല്ലാവരോടും സംസാരിച്ചു. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട കാര്യം അവർ വിളിച്ചത് എന്തിനാണെന്നുള്ള കാര്യം പറയാൻ തുടങ്ങിയത്. അറബികളെല്ലാവരും അവരേത് ഭാഷ സംസാരിക്കുന്നുവോ, ഏതൊരു മതത്തെ പിന്തുടരുന്നുവോ, അത് ഇനി ഗോത്രവർഗങ്ങളാകട്ടെ, എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ഷാമിൽ അണിനിരന്ന് നിൽക്കുന്ന റോമ സൈന്യത്തിനെതിരെ അവരെല്ലാവരും അണിനിരത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരിൽ വധിക്കപ്പെടുന്ന ആളുകൾ ആരാണെങ്കിൽ അവർ രക്തസാക്ഷികളായിട്ട് മാറും. അള്ളാഹുവിങ്കലുള്ള പ്രതിഫലമാണ് അങ്ങനെയുള്ള പുണ്യാത്മാക്കൾക്ക് പ്രധാനം. ഇനി അവർ വധിക്കാതെ ആരെങ്കിലും അവരെ വധിക്കപ്പെടാതെ അവർ ശേഷിക്കുന്നുണ്ടെങ്കിലോ അവർക്ക് ദീനിനെ പ്രതിരോധിച്ചു കഴിയാം. ദൈവത്തിങ്കൽ സമരഭടന്മാർക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിന് അവർ അർഹരായി തീരുകയും ചെയ്യും. ഇത്രയും പറഞ്ഞതിന് ശേഷം സദസ്സിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. ഇനി എന്താണ് നിങ്ങൾ ഓരോരുത്തർക്കും പറയാനുള്ളത്? തലമൂത്ത ആളെന്നുള്ളത് എനിക്ക് ആദ്യം അഭിപ്രായം പറഞ്ഞത് ഉമറാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, ഒരു നല്ല കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ, അത് ഞങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ താങ്കൾ ചെയ്തു കഴിഞ്ഞിരിക്കും. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി, അങ്ങയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താങ്കളെ സമീപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആളാണ്. പക്ഷെ അള്ളാഹു തുണച്ചില്ല. പക്ഷെ താങ്കൾ അത് നിർവഹിച്ചു കഴിഞ്ഞു. അള്ളാഹു സദാ താങ്കളെ നേർവഴിയിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ നേരെ ഇടതടവില്ലാതെ അശ്വസൈന്യത്തെ അയക്കേണ്ടതുണ്ട്. അണിമുറിയരുത്. തൈലധാര പോലെ ഇടമുറിയാതെ സൈന്യത്തെ നിയോഗിച്ചുകൊണ്ടിരിക്കുക. ഒരു സൈന്യം പോയി അവരുടെ നിർവഹണം കഴിഞ്ഞാൽ പിന്നാലെ ഒരു പട. തൻ്റെ ദീനിനെ അള്ളാഹു സഹായിച്ചുകൊള്ളും. ഇസ്ലാമിനെ പിന്തുടർന്ന് അനുസന്ധാനം ചെയ്യുന്ന ആളുകൾ, അവർക്ക് വേണ്ടുന്ന ബലം, മനസ്സുറപ്പ്, സുസ്ഥിതി അതെല്ലാം അള്ളാഹു നൽകുക തന്നെ ചെയ്യും. തിരുദൂതരോടുള്ള നബി തിരുമേനിയോടുള്ള വാഗ്ദാനം അള്ളാഹു പാലിക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. തുടർന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം യുദ്ധത്തിൻ്റെ മുന്നേറ്റത്തിൽ, അതിൻ്റെ ഗതിവിഗതികളിൽ അല്പം ആശങ്കാകുലനാണ്. അബ്ദുൾ റഹ്മാൻ പറഞ്ഞു,
അല്ലയോ ദൈവദൂതരുടെ ഖലീഫ, റോമിലെ ആളുകൾ, വെള്ളക്കാര്, അവർ നിഷാദന്മാരാണ്. ഒറ്റയടിക്ക് അവരെ പോയി നേരിടുക എന്നുള്ളത് അത് ബുദ്ധിയാവില്ല എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ആദ്യം നമ്മളൊരു അശ്വസൈന്യത്തെ അയക്കുന്നു. അത് സമീപദേശത്ത് ചെന്നിട്ട് അവരെ ആക്രമിക്കട്ടെ. തുടർന്ന് മറ്റൊന്ന്, അതും ആക്രമണം നടത്തി തിരിച്ചു വരും. പിന്നെ വേറൊന്ന്, അവരും പഴയപടി ആക്രമണം നടത്തി തിരിച്ചു വരട്ടെ. അങ്ങനെ പലപ്പോഴായിട്ട് പല സമയത്ത് ഇതിനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെ ശത്രുവിന് സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. സൈന്യങ്ങൾക്ക് സമീപദേശത്ത് വെച്ച് നേട്ടമുണ്ടാക്കാം, ശക്തി നേടാം. എന്നിട്ട് യമന്റെ ദൂരദിക്കിലുള്ളവരെ, റബിയ, മുളർ ഗോത്രങ്ങളെ കൂടി കൊണ്ടുവന്ന് സൈന്യത്തിൽ അണിനിരത്തുക. അങ്ങനെ മുഴുവൻ സൈന്യത്തെയും സംഘടിപ്പിക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ അങ്ങേക്കും നേരിട്ട് ശത്രുവിനെ നേരിടാം, അതല്ലെങ്കിൽ മറ്റു പലരെയും അയക്കുകയും ചെയ്യാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു നിർത്തി. പിന്നെ ആരുമൊന്നും കുറച്ചധികം സംസാരിച്ചില്ല. തികഞ്ഞ നിശബ്ദതയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആരുമൊന്നും സംസാരിക്കുന്നില്ല. അവസാനം ആ നിശബ്ദത ഇല്ലാതാക്കിക്കൊണ്ട് ഖലീഫ അബൂബക്കർ തന്നെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം ചോദിച്ചു, ദൈവം നിങ്ങളിൽ പ്രസാദിക്കട്ടെ, നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവം പ്രസാദിക്കട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഇത്രയും കേട്ടപ്പോൾ ഉസ്മാൻ എഴുന്നേറ്റ് നിന്നു. അങ്ങ്, അല്ലയോ തിരുദൂതരുടെ ഖലീഫ, അങ്ങ് മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് അതിന് നിയോഗമേറ്റെടുത്ത ആളാണ്. ഇതിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ആളാണ്. അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തമ ബോധ്യവുമുണ്ട്. അവരുടെ കാര്യത്തിൽ അതീവ തൽപരനാണ്. അവരുടെ ക്ഷേമത്തിനും സമൃദ്ധിക്കും സർവ്വവിധത്തിലുള്ള ഗുണങ്ങൾക്കും നന്മകൾക്കും ഉതകുന്ന കാര്യമാണെങ്കിൽ അതങ്ങ് നടത്തിക്കൊള്ളുക. ഇനി അത് വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം നടപ്പാക്കിയെന്നുള്ളതിൻ്റെ പേരിൽ ആരും അങ്ങേ തെറ്റിദ്ധരിക്കാനും പോകുന്നില്ല. ഉസ്മാന്റെ അഭിപ്രായവും എല്ലാവരും ശരിവെച്ചു. അവർ ഖലീഫയോട് പറഞ്ഞു, ഇനി എന്താണ് താങ്കളുടെ അവസാനത്തെ അഭിപ്രായം, തീരുമാനം? അത് നടപ്പിലാക്കിക്കൊള്ളുക. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അങ്ങേ അനുസരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ചിരിക്കും. ഒരിക്കലും ധിക്കരിക്കാനും പോകുന്നില്ല, സംശയിക്കാൻ പോകുന്നില്ല. താങ്കളുടെ ക്ഷണം നിരസിച്ചിട്ട് വഴി മാറിപ്പോകാനും പോകുന്നില്ല. റോമ സൈന്യത്തെ നേരിടാൻ ഒരുങ്ങുക. ഖലീഫയുടെ ആജ്ഞയായിരുന്നു അത്. ഞാൻ നിങ്ങൾക്ക് നായകന്മാരെ നിശ്ചയിക്കാൻ പോവുകയാണ്. ഞാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. അതിനാൽ സ്വന്തം നാഥനെ അനുസരിക്കുക. നായകന്മാരെ ഒരിക്കലും ധിക്കരിക്കാതിരിക്കുക. നമ്മുടെ ഉദ്ദേശ്യം, അതിന് തക്കതായിട്ടുള്ള കർമ്മം, അത് നന്നാക്കാൻ വേണ്ടിയിട്ട് മനസ്സാ വചസാ കർമ്മണ അധ്വാനിക്കുക. അള്ളാഹു എപ്പോഴും സൂക്ഷ്മാണുക്കളുടെ കൂടെയാണ്, നല്ലവരുടെ കൂടെയാണ്.
റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അവരുടെ പ്രഭാവത്തെക്കുറിച്ച് വേണ്ടുന്നതിലും കവിഞ്ഞ കണക്കുകൂട്ടലുകളായിരുന്നു മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും പക്ഷേ ഖലീഫയുടെ ആജ്ഞ കേട്ട സമയത്ത് അവരിൽ പെട്ടെന്നൊരു പ്രതികരണം ഉണ്ടാകാതെ വന്നത്. ഈ ഒരു മൂകത, ഈ ഒരു വിമുഖത അത് ഉമറിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞു, മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങൾ ഖലീഫയുടെ വിളി കേൾക്കാത്തത് എന്താണ്? നിങ്ങൾക്ക് നിത്യജീവൻ നൽകേണ്ടതിനല്ലേ അദ്ദേഹം നിങ്ങളെ ക്ഷണിക്കുന്നത്? ഉമറിൻ്റെ ഈ ഗർജനം കേട്ട സമയത്ത് എല്ലാവരും അവരുടെ മന്ദത, അവരുടെ നിദ്ര വിട്ട് അവർ ഉണരാൻ തുടങ്ങി. സടകുടഞ്ഞ് എഴുന്നേറ്റവർ യുദ്ധസന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു. യമനികളെ പോലുള്ള ദാക്ഷിണാത്യരുടെ കൂടി സഹായം തേടാൻ അവർ ഖലീഫയോട് അപേക്ഷിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്.